കേക്ക് ടിൻ ആദ്യം റെഡിയാക്കി വെക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബട്ടർ കേക്ക് ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സൈഡിലും അടിയിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കേക്ക് ടിന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇത് നമുക്ക് കമത്തി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് അല്ല. സെറ്റ് ആയതിനു ശേഷം സെയിം ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ വീതം ഡ്രൈ നട്ട്സ് ഏതെങ്കിലും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമും അതുപോലെ കാഷ്യൂ ആണ്. വാൽനട്ട്സ് ഉണ്ടെങ്കിൽ വാൽനട്ട്സ് എടുത്താലും വളരെ നല്ലതായിരിക്കും ഈ കേക്കിന്. 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു 400 ഗ്രാം ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. ഒരുപാട് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത രീതിയിലുള്ള ബിസ്ക്കറ്റ് സെലക്ട് ചെയ്യാൻ നോക്കുക. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ബിസ്ക്കറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് കൈകൊണ്ട് പയ്യെ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, അത്ര ചെറിയ പീസുകളായിട്ടല്ല. ഇതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള നട്ട്സും കൂടി അതിന്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തു വെക്കണം. അടുത്തതായിട്ടൊരു പാനിലേക്ക് 150 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 50 ഗ്രാം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 200 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം ചൂട് വെള്ളമോ തണുത്ത വെള്ളമോ ഒന്നുമല്ല, സാധാരണ വെള്ളം. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ കൊക്കോ പൗഡർ അലിയിച്ചെടുക്കാം. കൊക്കോ പൗഡർ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു 150 ഗ്രാം ബട്ടറും അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി കുറുകി നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിക്കരുത്. ഇത് ആറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ മുഴുവനായിട്ട് ഇത് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് താഴേക്ക് ഒന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെറുതെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 200 ml ഫ്രഷ് ക്രീം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പയ്യെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഇതിലിട്ട് ഉരുക്കിയെടുക്കാം നമുക്ക്. ചോക്ലേറ്റ് നന്നായിട്ട് ഉരുക്കി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ബേസ് ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്പാച്ചില വെച്ചിട്ട് എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 3.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കേക്കാണ്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നട്ട്സിന്റെ പകുതി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് നമുക്കൊന്ന് അലങ്കരിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ചും കൂടി ഡെക്കറേഷൻ ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈനോ എന്തെങ്കിലും വരച്ചു കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്ര സോഫ്റ്റും എത്ര ടേസ്റ്റിയാണ് ഈ കേക്ക് എന്നുള്ളത്. ഞാൻ എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് ഈ ഒരു കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കണ്ടല്ലോ, പുറത്തുനിന്നൊന്നും കേക്ക് ഓർഡർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഫംഗ്ഷനും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഈ ഒരു കേക്ക് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.